എല്ലാവർക്കും നമസ്കാരം. ഓൾവേസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് കേട്ടോ. ഇത് ഇന്നൊരു സോ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് ഒരുപാട് മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെന്റ്സ് ആണ് കേട്ടോ. കാരണം നമുക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. കുറെ മാസങ്ങൾ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവില് അങ്ങനെ എനിക്ക് എന്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് സന്തോഷമല്ല, അനുഗ്രഹമാണ്, എന്താ പറയണേന്ന് അറിയില്ല. ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. സോ ഇന്നിപ്പോ UK-യില് അമ്മേനെ എനിക്ക് എത്തിക്കും. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോയില് ജസ്റ്റ് ഷോർട്സ് ഇട്ടപ്പോ കുറെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെയാണ് നമുക്കൊരു മകൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും പ്രൗഡ് മൊമെന്റ് എനിക്ക് തോന്നുന്ന ഒരു മൊമെന്റ്സ് ആണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാൻ മാത്രമല്ല ഷാനേട്ടും ഞാനും ഒരുപാട് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടും കുറെ ഉണ്ടല്ലോ, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ദുബായ് പോലൊരു സ്ഥലം പോലെ അല്ലല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങോട്ട് നമുക്ക് ഒരാളെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനം നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടി. അമ്മേനെ ഇങ്ങോട്ട് ലണ്ടനിലേക്ക് കൊണ്ടുവരാൻ പറ്റി. കാരണം ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് മാത്രമേ അമ്മ ഇതുവരെയും പോയിട്ടുള്ളൂ. പുറത്തൊരു രാജ്യത്ത് പോവാന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവില്ല അമ്മയ്ക്ക്. അമ്മയോട് നമുക്ക് ചോദിക്കാം, സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നിപ്പോ എനിക്ക് എന്റെ കൂടെ ഇവിടെ ലിവർപൂൾ എന്നുള്ള സ്ഥലത്ത് UK ഇവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞ ദൈവത്തിന് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു വിസ അല്ലല്ലോ ഇത്. അങ്ങനെ അതിലെ വിസ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അതിന്റെ ബുദ്ധിമുട്ട് അറിയാമായിരിക്കും. നമ്മളും അതുപോലെ തന്നെ ഒരുപാട് ഇതിനെ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് നമ്മള് വിസ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് തന്നെ അതില് നല്ല രീതിയിൽ നമുക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അടിയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ അത് അന്ന് അത്രയും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത് നമ്മൾ വിസയ്ക്ക് വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ പുറകുവശത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് അത്രയും എല്ലാവരും പറയും, ചിലർ പറയാറുണ്ട് പെട്ടെന്ന് അത് കിട്ടും, നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടിയും അത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കാര്യങ്ങള് ലക്കിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എല്ലാ പേപ്പർ വർക്ക്സും ഓക്കെ ആണ്, എല്ലാം നമ്മുടെ സബ്മിഷൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോലും നമുക്ക് അതിൽ റിജക്ഷൻ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന് നല്ലൊരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് വിസ കിട്ടി, അമ്മേനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പെട്ടെന്നായിരുന്നു ഈ വിസ കിട്ടിയതും കാര്യങ്ങളും, ഡേറ്റ്, നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ഡേറ്റ് എല്ലാം ഭയങ്കര ഹറിബറിയായിരുന്നു. അതുകൊണ്ട് ആരും സത്യം പറഞ്ഞാൽ അമ്മ വരുന്ന കാര്യം പെട്ടെന്ന് എല്ലാവരോടും പറയാനൊന്നും പറ്റിയിട്ടില്ല. ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിൽ പോലും നമുക്ക് എല്ലാവരോടൊന്നും യാത്ര ചോദിക്കാനോ പറയാനോ നമുക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ അമ്മ പറയും, എന്നാലും ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വിസ കിട്ടി ഇനി ടിക്കറ്റ് എടുക്കണമല്ലോ. കാരണം നമുക്ക് പെട്ടെന്ന് എടുത്തു വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ടിക്കറ്റ് ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അടുത്തുള്ള ഡേറ്റ് നോക്കണം, കൂടെ ആരെ കൂടെ വരും എന്നുള്ളതായിരുന്നു അടുത്ത ടെൻഷൻ. അതും കൂടെ ആ സമയത്ത് ആരും നമ്മൾ കൊച്ചിയാണ് അടുത്ത് നമുക്ക്, പക്ഷെ എന്നാൽ പോലും നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. കൊച്ചി ആ സമയത്ത് ആരും തന്നെ വരുന്നുണ്ടായിരുന്നില്ല, നമുക്ക് അറിയുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ ഒറ്റയ്ക്ക് വരിക എന്നുള്ളത് അത്രയും പോസിബിൾ അല്ലല്ലോ. നമ്മൾ വീൽ ചെയർ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമെങ്കിലും എന്നാലും ടെൻഷനില്ല. ആദ്യമായിട്ട് പുറത്തു പോകുന്ന ഒരാളാണ്, അതും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഫ്ലൈറ്റിലൊക്കെ പിന്നെ സെക്കൻഡറി ആണെന്നായിരിക്കാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മുഴുവൻ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ തനിച്ചു വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. നമുക്ക് അത്രയും കൂടിയും പറ്റില്ല, നമുക്ക് അതിലും ചിന്തിക്കുന്നതേ ഇല്ല നമ്മളെ കാര്യം. അപ്പോ അവസാനം നമുക്കൊരു ചോയ്സ് വന്നത്, നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ലിയോ ചേട്ടന്റെ കസിൻ വരുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നമ്മൾ നേരെ തിരുവനന്തപുരത്ത് നിന്നാണ് ടിക്കറ്റ് എടുത്തത്. അമ്മയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തോടെ കടപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് അമ്മോട് തന്നെ അമ്മയുടെ എക്സ്പീരിയൻസ് അതന്നെയായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ കൂടിയും ഈ ഒരു വീഡിയോ വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പെട്ടെന്ന് സംഭവിച്ചിരുന്നതാണ്. കാരണം നമ്മള് ലാസ്റ്റ് മൊമെന്റ് വരെ നമുക്ക് ടെൻഷൻ ആയിരുന്നു. ഇത് ഓൾറെഡി നമുക്ക് റിജക്ഷൻ വന്നതുകൊണ്ട് ഇതെന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് ഐഡിയ ഇല്ലായിരുന്നു. അപ്പം നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി രണ്ടാമതും റിജക്ഷൻ വരുമോ എന്നുള്ളത്.
പക്ഷെ ആ ഒരു മൊമെന്റ്, കാരണം ഇത് കിട്ടിയാലല്ലേ ഓക്കെ ആയാലല്ലേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അതുകൊണ്ട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതിലൂടെ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും കൂടി അവരും കൂടി അറിയാൻ പോകുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അമ്മയോട് ചോദിക്കാം എങ്ങനെയായിരുന്നു വന്നത്. വളരെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എങ്ങനെയാക്കിയാന്നുള്ള അമ്മോട് ചോദിച്ചു നോക്കാന്ന് പറയും. അമ്മോട് ചോദിക്ക് എങ്ങനെയായിരുന്നു വന്നത്. ഫ്ലൈറ്റില് പേടിയുണ്ടായിരുന്നു. പേടിയുണ്ടായിരുന്നോ ചോദിക്ക്. അപ്പൊ ഓക്കെ. നമസ്കാരം, പേര് പുഷ്പ. അമ്മ പറയും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ UK നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അതിന് മുന്നേ ഇഷ്ടമായോ UK വന്നിട്ട് നമ്മുടെ UK എങ്ങനെയുണ്ട് അതാദ്യം പറയാം. പിന്നെ UK ഇഷ്ടമായി, പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇരുന്നവരൊന്നും ഇവിടെ വന്ന് ഇരിക്കില്ല. അത് 2 ദിവസമായി, കാരണം വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. റൂമിനകത്ത് മാത്രമായിട്ട് നമ്മൾ ഇരിക്കാത്തത് കൊണ്ട് നമുക്കത് പറ്റില്ല. നമ്മൾ പുറത്തിങ്ങനെ എല്ലാവരുമായിട്ട് നമ്മുടെ കൂട്ടുകാരും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇതായതുകൊണ്ട് അതൊന്ന് കൂട്ടുകാരുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നാട്ടിലെന്ന് വെച്ചാല് രാവിലെ എണിച്ച് മിറ്റടിക്കല് മുതൽ വൈകുന്നേരത്തുള്ള ബാക്കി പാചകം ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ത്രൂഔട്ട് നമ്മൾ ഓരോ പണി ചെയ്തോണ്ടിരിക്കും, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അത് പറ്റുന്നില്ല, സമയം പോകില്ല. നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ, ആഗ്രഹവും മാത്രമല്ലേ ഉള്ളൂ. പിന്നെയും ഉള്ള കാരണം പിന്നെയും സമയം പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ UK ഇങ്ങോട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഫ്ലൈ എങ്ങനെയായിരുന്നു? UK നമ്മള് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല UK വരാൻ പറ്റും, അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്കൊന്നും ശരിയാവുന്നത് പെട്ടെന്നൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ശരിയായി. നമ്മള് വിസ കിട്ടി, ടിക്കറ്റ് എടുത്തു. പിന്നെ അവിടെ നിന്ന് നല്ല ടെൻഷനായിരുന്നു. അതുവരെ ഒന്നും കുഴപ്പമില്ല, എനിക്ക് പോകണം എന്നുള്ള ഇതായിരുന്നു. വിസ വന്നു കഴിയുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് പോകണ്ടെന്നുള്ള ഇതായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ തിരുവനന്തപുരം വഴി വന്നു. അവിടെ എത്തി, കൂട്ടുകാരുണ്ടായിരുന്നു, അവർ കൂടെ വന്നു. അല്ലാതെ നമുക്കിവിടെ ഒന്നും വരാൻ ആയിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ വന്നു. ഫ്ലൈറ്റിൽ വരുമ്പോൾ ഫ്ലൈറ്റ് നമ്മൾ ഇതുവരെ നമ്മൾ കണ്ണമ്പ്രയ്ക്ക് പോലും പോകാത്ത ആളാണ്. കലിയപ്പാടം വീട്ടിലേക്ക് പോലും ഒറ്റയ്ക്ക് പോകാനിരിക്കുന്ന ആളാണ്. അപ്പൊ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. പോകാതിരിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. നമുക്ക് മുന്നേ തന്നെ ഒരു വർഷങ്ങൾക്ക് മുൻപ് തലയിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്, ഒരു മേജർ സർജറി കഴിഞ്ഞു, ബ്ലഡ് ക്ലോട്ട് ആയിട്ട് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഒട്ടും അങ്ങനെ പോവില്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ എപ്പോഴും കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ബെസ്റ്റ് ഉണ്ട്, അപ്പൊ അവർ രണ്ടുപേരാണ് കൂടുതൽ പോവുക. ഇപ്പൊ അച്ഛൻ പുറത്തായതുകൊണ്ട്, അല്ലെങ്കിൽ ചേട്ടനുണ്ടാവും. അങ്ങനെ ഫ്രണ്ട്സുകളായിട്ട് അമ്മയുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരായിട്ടാണ് കൂടുതൽ. ഞാനുള്ള സമയത്ത് എന്റെ കൂടെ നമ്മളൊന്നും ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരാളാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് ആലോചിക്കണം. പിന്നെ നമുക്ക് കണ്ടിന്യൂ. ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നു. ഫ്ലൈറ്റ് പറയുമ്പോൾ നമ്മൾ നല്ല പേടിയുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ മുകളിൽ കൂടെ പോകണം. നമ്മുടെ വീട്ടിന് മുറ്റത്ത് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അതെ. പിന്നെ അല്ല, അച്ഛൻ പോണതായിട്ടും പോകുമ്പോ പോയി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളതിൽ കയറിയില്ല. എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ കയറുമ്പോഴും വരുമ്പോഴും നല്ല ടെൻഷൻ. പിന്നെ അവരുണ്ടായിരുന്നു, ആ കുട്ടികളുള്ള കാരണം എനിക്ക് നന്നായി നല്ല കെയറിങ് ആയിരുന്നു അവര്. നമ്മൾ നന്നായി നോക്കി, അവരെ അമ്മനെ പോലെ നമ്മൾ നോക്കി കൊണ്ടുവന്ന് അവിടെ എത്തിച്ചു, അവരുടെ അടുത്ത് എത്തിച്ചു. അതിൽ വരുമ്പോ ആ ഫ്ലൈറ്റിൽ കയറാൻ വരുമ്പോൾ ഫ്ലൈറ്റ് എന്താണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണെന്നറിയ എങ്ങനെ അവിടെ റോഡുണ്ടോ അതിൽ കൂടെ ഇറങ്ങി പോകേണ്ടി വരും, അങ്ങനെയൊക്കെയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്നുമില്ല. നമ്മള് പാസ്പോർട്ടുകൾ ഓരോരോ സ്ഥലങ്ങളിൽ കാണിച്ചു, അവിടെ എത്തി. ഫ്ലൈറ്റിന്റെ ഉമ്മർസത്തി അവിടെയും കാണിച്ചു കഴിഞ്ഞപ്പോ കയറാൻ പറഞ്ഞു. കയറി നോക്കുമ്പോഴാണ് സീറ്റുകൾ കാണുന്നത്. അയ്യോ ഇതാണ് അമ്മ അപ്പോഴും ചെക്കിങ്ങിന് വേണ്ടി പോവാണെന്നാണ് ഫ്രണ്ടിലും വിചാരിച്ചത്. ചെക്കിങ്ങിനാണ് വിചാരിച്ചത്. അവിടെ എത്തിയപ്പോഴും അതിനകത്തും ചെക്കിങ്ങിനാണെന്ന് വിചാരിച്ച് കയറി കഴിയുമ്പോൾ ആൾക്കാർ ഇരിക്കുന്നു, സീറ്റുകൾ കാണുന്നു. ഇതാണോ ഫ്ലൈറ്റ് എന്ന് അപ്പോഴാ മനസ്സിലായി. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി വന്നു. കയറുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പൊന്തുമ്പോ നമുക്ക് ചെറിയ തലയിറക്കം അങ്ങനെയുള്ളൊരു ഇത് തോന്നി. തിരുവനന്തപുരത്ത് നിന്ന് എടുത്തപ്പോ അത് കഴിഞ്ഞ് അബുദാബിയിൽ വന്നിട്ട് അവിടെ നിന്ന് എടുത്തപ്പോഴാണ് ശരിക്കും ഉള്ളിൽ അത് വലിയൊരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. പെട്ടെന്നുള്ളൊരു കാഴ്ച. പിന്നെ പോകുന്നില്ല, പിന്നെ കുഴപ്പമില്ല ഇറങ്ങുമ്പോ. പിന്നെ ഇരുന്ന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ നോർമലായി നമ്മളെ വീട്ടിലിരിക്കുന്ന പോലെ ഇരുന്നു. ഇടയ്ക്കൊരു കുലുക്കം, അതിന് കുഴപ്പമില്ല. അത് അതിൽ ആണെന്ന് പോലും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഉറങ്ങിയോ ഫ്ലൈറ്റിൽ? ഫ്ലൈറ്റിൽ ഉറങ്ങി, കുറച്ചൊക്കെ ഉറങ്ങി.
എനിക്ക് പക്ഷെ ഫ്ലൈറ്റ് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് പേടിയ വീഡിയോ എന്നുള്ള ടെൻഷനാണ്. ഞാൻ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നമ്മൾ ആദ്യമായിട്ടായാലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എന്തോ രീതിയിൽ കയറിയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോ നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, നെവുണ്ട്, ആ ഒരു ഇത്രയും നമ്മള് ഇതായി റിസ്ക് എടുത്ത് ഞാൻ വന്നാലേ ഞാൻ വരില്ല. നമ്മ വിളിക്കുമ്പോഴൊക്കെ പറയും, നെവു നിനക്ക് എന്നെ കാണാൻ വേണ്ടി ഞാൻ എന്തൊക്കെ സഹിക്കുന്ന നെവു, എന്തൊക്കെ ഞാൻ സഹിച്ചിട്ട് വരുന്നത് അറിയുമെന്ന് എപ്പോഴും പറയും. 2.5 മാസം കഴിഞ്ഞിട്ട് വന്നതല്ലേ. പിന്നെ നമ്മള് ഫോണിൽ മാത്രം കാണും. ഫോണിൽ കാണുമ്പോ എടുക്കാണ്ടും ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അടുത്ത് വന്ന് കണ്ടു. അവള് വലിയ പെണ്ണായിപ്പോ അടുത്ത് വരുന്നുണ്ട്. നമ്മളായിട്ട് നല്ല ഇണക്കമായി. ഫസ്റ്റ് ദിവസം ഒത്തിരി ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടല്ല വയ്യായിരുന്നു. അവൾക്ക് നല്ല പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അമ്മ വന്നിട്ട് ഫസ്റ്റ് എങ്ങനെയായിരിക്കും അവളുടെ ഒരു റിയാക്ഷൻ എന്നുള്ളത്. പോയി അടുത്ത് പെട്ടെന്ന്, കാരണം ഫോണിൽ കണ്ട് സൗണ്ട് അവൾക്ക് കേട്ട് പരിചയമില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു അടുപ്പവള് കാണിച്ചു. പക്ഷെ വയ്യായ്ക ഉള്ളത് കൊണ്ട് ആ ഒരു ചെറിയൊരു കിണുങ്ങല് അതുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഇവിടെ വന്നിട്ട് മാഞ്ചസ്റ്റർ വന്നിട്ട് ഇറങ്ങിയപ്പോ അവിടെ എന്തെങ്കിലും ഇമിഗ്രേഷൻ എന്തെങ്കിലും ചോദിച്ചു, എവിടേക്കാണ്, ആരാണ് ഒന്ന് കൊണ്ടുപോകണ, എന്തിനാ വരുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളവര് വ്യക്തമായിട്ട് ചോദിച്ചു. ഇങ്ങനെ വലിയ വേറെ ക്വസ്റ്റ്യനിങ് ഒന്നല്ല, നമ്മളൊക്കെ കാരണം അറിയാലോ അവർക്ക് ഇപ്പം ഏജ് ആയിട്ടുള്ള ഒരാളാണ്, തനിച്ചാണെന്നുള്ളത്. കാരണം കൂടെയുള്ളത് ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തതുകൊണ്ട് അവരങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നല്ല. നമ്മളെ കൂടെയുള്ള അവര് ഫ്രണ്ട്സ് ചേട്ടനും ചേച്ചിയും പറഞ്ഞതാണ് എവിടേക്കാണ്, ഏത് സ്ഥലം, ആരാണ് ഇവിടെ ഉള്ളത്, പിന്നെ ഞങ്ങള് എത്ര വർഷമായി ഇവിടെ നിൽക്കുന്നു യുകെയില്, പിന്നെ അതുപോലെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വരുമോ എന്നുള്ളതാണ് ചോദിച്ചത്. വേറെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല, നോർമൽ ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ ചോദിച്ചു. പിന്നെ അവിടെ ഇറങ്ങി. എന്നിട്ട് പിന്നെ എന്താണ് യുകെയുടെ വന്നിറങ്ങിയ ഉടനെയുള്ള വന്ന് നമ്മള് എയർപോർട്ടിൽ പുറത്തിറങ്ങിയപ്പോ ഒന്ന് കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ യുകെ ആണ്. നമ്മളിത് എങ്ങനെയാന്ന് അറിയില്ലല്ലോ. നമ്മൾ അവിടെ നിന്നൊക്കെ യുകെ പറയുമ്പോൾ നല്ല ടൗണിൽ നമ്മൾ പുറത്ത് നമ്മുടെ മലയാളികളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ട് മൊത്തം ഇംഗ്ലീഷുകാരാണ് ചുറ്റുമുള്ളത്. ചുറ്റും അയലോകത്ത് ഇംഗ്ലീഷുകാരാണ്, ഒന്നും ഇല്ല. പുറത്തിറങ്ങിയപ്പം നമ്മള് അപ്പുറത്താൻറ്റി ഇപ്പുറത്താൻറ്റി ഇവിടെ പതില്ലല്ലോ. ഇവിടെ ആകെ നമ്മുടെ കാര്യം നോക്കുക, തിരക്കാണ് അങ്ങനെ. അപ്പൊ യുകെ പുറത്തൊക്കെ പോയപ്പോ നമ്മൾ 1-2 സ്ഥലത്തേക്ക് പോയി. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ എങ്ങനെയായിരുന്നു പുറത്തൊക്കെ പോയിട്ടുണ്ട് നമ്മള്? പുറത്തൊക്കെ നല്ല തണുപ്പാ. നമ്മൾക്ക് പറ്റില്ല, ഇവർക്ക് പറ്റും, ഇവിടെ ഉള്ളവർക്ക് പറ്റും. നമ്മൾക്ക് തണുപ്പ് പറ്റുന്നില്ല. വേറെ നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. യുകെ വന്നിട്ട് ഇവിടെ ഈ ഒരാഴ്ചത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? യുകെ വന്നിട്ട് എക്സ്പീരിയൻസ് നമ്മളിവിടെ പുറത്ത് പോയി കുഴപ്പമില്ല, സ്ഥലങ്ങളൊക്കെ കണ്ടു, കുറച്ചൊക്കെ പോയി, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾക്ക് വീട്ടിനകത്ത് തന്നെ നമ്മുടെ വീട്ടിൽ പുറത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആള് നമ്മളൊരു അടച്ചുകൂട്ടിയൊരു റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് അവരെ ഉപേക്ഷിച്ചിട്ട് വന്നപ്പോ അതിൻ്റെതായ ഒരു ടെൻഷൻ. അച്ഛനും ചേട്ടനും ചേച്ചിയൊക്കെ അവിടെ അച്ഛനെ കിട്ടിട്ട് മോനും അവനൊന്നും ഇട്ട് തീരെ എവിടെയും പോയിട്ടില്ല ഞാൻ. അപ്പൊ അതിൻ്റെതായ ടെൻഷൻ ഉണ്ട്. അച്ഛനും കൂടുതലില്ലെങ്കിലും മോനൊക്കെ ഉണ്ട്, നല്ല ടെൻഷൻ ഉണ്ട്. അച്ഛൻ വെച്ചാൽ 10-25 കൊല്ലമായിട്ട് സൗദിയിലാണ്. അപ്പം ആള് ലീവിന് വന്ന് പോവുക, അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നമുക്കൊരു അടി പറ്റിയെന്ന് വെച്ചാൽ അച്ഛൻ ഈ പ്രാവശ്യം നെവുണ്ടായതിനു ശേഷം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ വേണ്ടി വന്നത്, അത് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അച്ഛൻ ലീവ് എടുത്ത് അങ്ങനെ പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മള് പിന്നെ ഒന്നിച്ച് ലീവിന് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് തിരിച്ചെപ്പോഴാണോ വരുന്നത് അപ്പോൾ വരാനായിരുന്നു പ്ലാൻ. പക്ഷെ അച്ഛന് അത്രയും നാൾ അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ആൾ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ നമ്മളും പറഞ്ഞു ഇനിയിപ്പോ ഇത്രയും വർഷമായില്ലേ, ഇനിയിപ്പോ പോണോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മള് അച്ഛന്റെ സൗദിക്ക് തിരിച്ചു പോക്ക് നമ്മളത് എന്താ പറയാ പിടിച്ചു നിർത്തി. അച്ഛൻ പോകണ്ട അച്ഛാന്നുള്ള, ഇനി ഇത്രയും വർഷമായില്ല അച്ഛാന്നുള്ള രീതിയിൽ അച്ഛനെ തിരിച്ചു വിട്ടില്ല. അപ്പൊ നമുക്ക് പറ്റിയത് ഇതിപ്പോ എല്ലാവരും ചോദിക്കും എന്റെ അമ്മേനെ മാത്രം കൊണ്ട് തന്നെ അച്ഛൻ അവിടെ തനിച്ച് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത് ചിന്തിക്കും. മീൻസ് ഇത് കാണുന്നവരെങ്കിലും അതെന്താണ് അങ്ങനെ എന്നുള്ളത് ചിന്തിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കേട്ടോ. നമ്മൾ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് വിസ വെച്ചിരുന്നല്ലോ. ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഒപ്പം അമ്മേനെ കൊണ്ടുവരാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് വിസ വെച്ചപ്പം അച്ഛൻ ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയുടെ ആണ് നമ്മൾ വിസ അന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമുക്ക് നല്ല റിജക്ഷൻ വന്നല്ലോ. അതിനുശേഷമാണ് അച്ഛൻ വരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും വയ്ക്കുമ്പോ അമ്മയുടെ ഡീറ്റെയിൽസിന്റെ ഒപ്പം തന്നെ അച്ഛൻ്റെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും റിജക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞു. നമ്മൾ 2-3 ഏജൻസി അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെയും ഇങ്ങനൊരു സംശയം പറഞ്ഞു, രണ്ടാമത് കൂടി വെക്കുമ്പോൾ ചിലപ്പോ ആദ്യത്തെ ഡോക്യുമെന്റ്സിൽ അമ്മയുടെ മാത്രം വെച്ചിട്ട് രണ്ടാമത് വെക്കുമ്പോൾ രണ്ടുപേരും ഒന്നിച്ച് വെക്കുമ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോവില്ലയോ എന്നുള്ളൊരു
സംശയം ചിലപ്പോൾ അവർക്ക് വരാം. അത് 100% അല്ല, 50-50 ആണ്. പക്ഷെ ജസ്റ്റ് ഇൻ കേസ് നമ്മൾ അങ്ങനെ വെച്ചിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 6 മാസം ബാക്കി ഇനിയും പോണം, വെയിറ്റ് ചെയ്യണം. അപ്പൊ അച്ഛൻ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞത്, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. കാരണം എനിക്ക് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ വെച്ച് നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ അപ്പൊ രണ്ടുപേരും കൊണ്ടുവരാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, പിന്നെ 6 മാസം കഴിയുന്നില്ല. അപ്പൊ അച്ഛൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഞാൻ ഇനി നാട് വിട്ട് എങ്ങോട്ടും ഇല്ല. കാരണം 25 കൊല്ലം നാട് വിട്ട് മാറി നിന്ന ഒരാളാണ്. ഭാര്യയും മക്കളൊക്കെ വിട്ട് ഇത്രയും വർഷം അവിടെ പോയി നിന്നു. അപ്പൊ അച്ഛന് ഇനി വേറെ എങ്ങോട്ടും ഞാൻ വരുന്നില്ല, നീ അമ്മേനെ ഒന്ന് കൊണ്ട് കാണിക്കും, കഴിയുമെങ്കിൽ അമ്മേനെ ഒന്ന് കൊണ്ടുപോയാൽ മതി എന്നാണ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ അച്ഛനെ പുഷ് ചെയ്തില്ലെന്നുള്ള സത്യമാണ്. കാരണം ഓക്കെ, അച്ഛൻ അങ്ങനെ തീരുമാനം അങ്ങനെ എടുത്തല്ലേ. പക്ഷെ എന്തായാലും കൊണ്ടുവരും, അച്ഛൻ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ ഏജൻസി ഒരു സംശയം കൂടി പറഞ്ഞപ്പോൾ നമുക്ക് ടെൻഷനായി പോയി, ഇനി പിന്നെ ഉണ്ടാവും. കാരണം അമ്മയ്ക്ക് ഓൾറെഡി നമ്മളൊരു പ്രതീക്ഷ കൊടുത്തതാണ്, എന്നിട്ട് പിന്നെ അത് ക്യാൻസലായി. എന്നിട്ട് വീണ്ടും ഇനി ഒന്നും കൂടി നമ്മൾ ആ ഒരു പ്രതീക്ഷ ഇല്ലാതാക്കരുതല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഓക്കെ എന്നാ അമ്മേനെ ആദ്യം കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് അമ്മയുടെ രണ്ടാമത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അച്ഛനെ കൊണ്ടുവരുന്നത്. അച്ഛനെ ഇനിയിപ്പോ അങ്ങനെ ചിന്തിക്കരുത് ആരും. ഇതിങ്ങനെ ഒരു ആദ്യത്തെ റിജക്ഷൻ വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ സെക്കൻഡ് സബ്മിഷനിൽ അച്ഛനെ വെക്കാൻ പറ്റാതിരുന്നത്. ഞാൻ എന്നിട്ട് അവർ ചോദിച്ചു, ഒരു 3 മാസത്തിന് ശേഷം നമുക്ക് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഈ ഒരു പീരീഡ് കഴിയട്ടെ, എന്നിട്ട് നെക്സ്റ്റ് ടൈം വെക്കുമ്പോൾ നമുക്ക് രണ്ടുപേരെയും ഒന്നിച്ച് വയ്ക്കാം, അപ്പൊ ഇത്ര പ്രശ്നം വരില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനി അമ്മ കണ്ടിന്യൂ. അപ്പൊ ഞാൻ അവിടെ അവർ വിട്ടുവന്ന വിഷമമൊക്കെ പറയാം. അതിൻ്റെതായ വിഷമം, പിന്നെ ഇതിനെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. അവർ രണ്ടുപേരും ജോലിക്ക് പോവും, ഞാൻ കുഞ്ഞും മാത്രമേ ആയിരിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറെ കളിക്കും, ഉറങ്ങും, അങ്ങനെ നേരം പോകും. അത്ര തന്നെ. എന്തായാലും 4 മാസം നമ്മൾ പിടിച്ചു നിൽക്കണം. അത് അത്രയും മടുത്തു. അതിലാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മളെന്താ ഇതൊക്കെ ഞാൻ മാത്രമേ അത്രയും ഉത്തരം പറഞ്ഞു തോന്നരുത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അമ്മ അത്രയ്ക്കൊന്നും ഞാൻ എടുക്കാന്ന് പറഞ്ഞപ്പോഴും അമ്മ ഒരു മടി ഉണ്ടായിരുന്നു. കുറച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഷൈ ഉണ്ട്, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കാം. എന്നാൽ കൂടി അധികമൊന്നും ഞാൻ പറയില്ല, ബാക്കിയൊക്കെ നീ പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയണം കേട്ടോ. എന്താ പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ നിർത്തി? അതായത് ഇപ്പം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു മടി എന്ന് പറയുന്നത് എന്താ പറയുക, ഇവരൊക്കെ എന്ന് വെച്ചാല് നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ അച്ഛനമ്മയൊക്കെ 1 മിനിറ്റ് പോലും ഒരിടത്ത് അടങ്ങിയിരിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മള് എന്താ വെച്ചാൽ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളെ വെച്ച് പോവും. പിന്നെ നെവുനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളിപ്പോ ഓടാൻ തുടങ്ങി, നടക്കുന്നൊക്കെ കഴിഞ്ഞ് ഓട്ടമാണ്. അപ്പൊ എപ്പോഴും നമ്മളൊരാൾ അവളുടെ കൂടെ തന്നെ ഉണ്ടാവുകയും വേണം. അപ്പൊ അമ്മ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒന്നും അവളെ വെച്ചിട്ടൊന്നും കാരണം ഇവിടെ അങ്ങനെ നാട്ടിലത്തെ പോലെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊരു ബോറിംഗ് ആണ്, വേറെ ഒന്നുമില്ല ചെയ്യാൻ. അടിക്കണ്ട, തുടയ്ക്കണ്ട, ഫുഡ് വെക്കേണ്ട ഒന്നുമില്ല. അപ്പൊ ഫുള്ള് മൊത്തത്തില് റെസ്റ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞു, അവിടെ വരുമ്പോ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാണ്ടാവില്ല, മാമ വെറുതെ ഇരുന്നാ മതി, നെവുനെ നോക്കുക, നെവന്റെ കാര്യം നോക്കുക, നിങ്ങളുടെ കാര്യം നോക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കാം. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പുള്ളിക്കാരി. കാരണം ഇവിടെ പിന്നെ നമുക്ക് വേറെ അങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും പണിയൊന്നും ചെയ്യണ്ടല്ലോ. അതും ഒന്ന് നാട്ടിലെ പോലെ ഒന്നും ചെയ്യണ്ടെന്നുള്ള ഒന്ന്. പിന്നെ പുറത്തിറങ്ങുമ്പോഴത്തേനും അപ്പുറത്ത് നമ്മുടെ വീട്ടിൽ അപ്പുറത്ത് ഷൈലാൻഡി വരും, ഇപ്പുറത്ത് നമ്മള് വേറെ ജിജി ആന്റി വരും, ബീനാന്റി വരും, അങ്ങനെ കുറെ ആന്റി സെറ്റ് ഉണ്ട്. അപ്പം ഇവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളതുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇവരെ കാണാൻ വരും, വർത്താനം പറയും, സംസാരിക്കും. അപ്പൊ അതുണ്ട്. ഇവിടെ അതില്ല, ഇവിടെ ആരുമില്ല സംസാരിക്കും, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ കോൾ ചെയ്യണം. നാട്ടിലേക്ക് മിക്ക സമയത്തും അച്ഛനെ അല്ലെങ്കിൽ ചേട്ടനെ അല്ലെങ്കിൽ അവിടെ ആന്റിമാര് അവര് അമ്മായിമാര് അവരവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, സംസാരിക്കാനും വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനെ ഇപ്പൊ നമ്മള് അമ്മയുടെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ എപ്പോഴും വൈകുന്നേര സമയത്ത് നമ്മളെല്ലാവരും കൂടി, ഞാനുള്ള സമയത്താണെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടൊരു ഒന്ന് പോവും. അവിടെ ചെന്നിരുന്ന് അവിടെ മാമനുണ്ട്, ആന്റി ഉണ്ട്, അപ്പാപ്പൻ, അമ്മമ്മ, ശ്രേയ. ശ്രേയനെ ലാസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞ ശ്രേയ പിണങ്ങും. അപ്പൊ ഞങ്ങളുടെ ശ്രേയുണ്ട്. അപ്പൊ അവിടെ ചെന്ന് അവിടെ വർത്താനൊക്കെ പറഞ്ഞ് കുറെ സമയം ഇരുന്ന് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരിക. അപ്പൊ അതൊക്കെ അമ്മ ഇങ്ങോട്ട് വരുന്നതിന്റെ തലേദിവസം വരെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. എല്ലാ പൂരം വേല എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും പോയി, എല്ലായിടത്തും എപ്പോഴും അങ്ങനെ എൻഗേജ് ആയിട്ട് നടക്കുന്നവരാണ്. കാരണം പുറത്തമ്മയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു വീടിനകത്ത് വന്ന് ഇങ്ങനെ അടച്ചു കൂട്ടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അമ്മ അതിന്റെ വിഷമമാണ് ഈ പറഞ്ഞത് കേട്ടോ. പക്ഷെ ശരിയാവുമായിരിക്കും, 4 മാസം ഉണ്ടല്ലോ, ശരിയാവുമായിരിക്കും. നമ്മള്
ഇനി നമ്മുടെ അവിടുത്തെ പോലെ പുറത്തിറങ്ങാൻ അങ്ങനെയൊന്നും പറ്റില്ല അവിടെ. റൂമിനകത്ത് തന്നെ ആയതുകൊണ്ട് അതാണ് ഒരു ഇതുള്ളൂ. ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്, കാരണം നമുക്ക് പറ്റില്ല തണുപ്പ്. നമുക്ക് സമ്മറാണ്, പക്ഷെ അമ്മയ്ക്ക് തണുപ്പാണ്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പറ്റുന്ന വന്നോണ്ടേ അതിന്റെ ബുദ്ധിമുട്ട്. നമ്മളൊക്കെ കോട്ടിൽ അതൊക്കെ ഇപ്പൊ ഇറങ്ങും, കാരണം സമ്മർ ആയതുകൊണ്ട് ഈ ഒരു സമയത്തല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് നാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നതിന്റെ ഒരു ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലേ അതുണ്ട്. ജലദോഷം ഒന്നും വന്നില്ല കേട്ടോ, വരാതിരിക്കട്ടെ. പിന്നെന്താ പറയാ, പിന്നെ നാട്ടിലിരിക്കുമ്പോ നമുക്ക് ഇപ്പോഴും ഒരു ചൂടും ഇതിന്റെയൊക്കെ അസുഖം പല ഇതുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് അങ്ങനെയുള്ള ഇതില്ല, ശരീരത്തിന് വയ്യാക അങ്ങനെയൊന്നും തോന്നില്ല. കാരണം തണുപ്പുണ്ട്, ചൂടുണ്ട്, നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ. അസുഖങ്ങളൊക്കെ വരുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ വന്നിട്ടിപ്പോ 7 ദിവസം 10 ദിവസം ആവുന്നു അല്ലേ? 10 ദിവസം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇത്രയും വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്. കാരണം ഇത്രയും ആയിക്കഴിഞ്ഞാൽ രണ്ടും ഒന്നിച്ച് പറയാൻ പറ്റും. വന്നതിന്റെ എക്സ്പീരിയൻസ് ഇവിടെയുള്ള എക്സ്പീരിയൻസും പറയണേ ഇവിടെ നിന്ന് നോക്കിയാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോ എന്തായാലും നല്ല ഡാർക്ക് അടിച്ചിരിക്കണം. പക്ഷെ കുഴപ്പമില്ല, നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ? അത് കുഴപ്പമില്ല, ഇവരെല്ലാരും ഉള്ള കാര്യം കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രിവിലേജ് വെച്ചാല് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ ഞാനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് നാട്ടിലത്തെ കുറെ സാധനങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അമ്മ ഉണ്ടാക്കി തരും ഞാനുള്ള സമയത്ത് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമല്ലോ, കാരണം വെറുതെ ഇരിക്കാന്നുള്ള ടെൻഷനല്ലോ. അപ്പൊ അത് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുള്ള സമയത്ത്, ഞങ്ങൾക്ക് ഓഫുള്ള സമയത്ത് ഞങ്ങള് ന്യൂനെ സെറ്റ് ചെയ്യും. അമ്മ നമുക്ക് ഫുഡ് ഒരുപാടല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് തരും. അപ്പൊ അതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ചില്ലായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ നാളെ ഞങ്ങളൊന്ന് പുറത്ത് പോകണം വിചാരിക്കും. ലിവർപൂൾ ഒന്നും കൊണ്ടുപോയില്ല അമ്മേനെ. അപ്പം ലിവർപൂൾ പോകണം, പിന്നെ 1-2 സ്ഥലങ്ങളിൽ പോകണം. പിന്നെ വേറൊരു ഒരു ബിഗ് പാർട്ടി തന്നെ നമ്മൾ വരുന്നുണ്ട്, കമ്മിങ് സൂൺ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ പറയാം. അതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. അപ്പൊ അത് ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കിനി അതൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഇവിടെ അമ്മനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടിയതിന് ഞാൻ ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു. ഇനിയുമുള്ള എന്താ പറയാ, മക്കൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ. കൊണ്ടുവരാത്തവരൊക്കെ കൊണ്ടുവരിക. അതൊരു നല്ലൊരു ആ ഒരു ഫീൽ എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മള് അമ്മേനെ അവിടെ എയർപോർട്ടിൽ ഇറങ്ങി നമ്മള് ആ കാണുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മൊമെന്റ് ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്ത ഒരാളാണ്. കാരണം എനിക്ക് എന്റെ അമ്മേനെ ഇങ്ങോട്ട് ഇത് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യമൊന്നും അല്ല. പക്ഷെ എന്നെ പോലെയൊക്കെ ഒരു സാധാരണ ഒരു വുമണ്ണൊക്കെ ചിന്തിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇതിപ്പോ ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കാതിരിക്കാം. പക്ഷെ എന്നാലും ഞാനതൊന്ന് പറയാണ്. കാരണം ഞാൻ എന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുകയാണ്. എന്നെ പോലുള്ള ഒരു ലേഡിക്കൊക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്നെ സംബന്ധിച്ച്, കാരണം ഞങ്ങൾ സാധാരണയിലും ജീവിച്ചു വന്നൊരു ഫാമിലിയാണ്. അപ്പം നമ്മളൊന്നും ലണ്ടനൊക്കെ ആ ഒരു എന്താ പറയാ, അത് നമുക്കൊരു സ്വപ്നം തന്നെയാണത്. അപ്പോ എനിക്ക് എന്റെ അമ്മേനെ എന്റെ അടുത്ത് ഇവിടെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര പ്രൗഡാണ്. അത് എന്നും പ്രൗഡ് തന്നെയായിരിക്കും. ഇനി എന്റെ മരണകാര്യം ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരിക്കും എനിക്കത്. അമ്മയ്ക്ക് അങ്ങനെ തന്നെയായിരിക്കും ഇതുവരെ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് മകളുടെ കൂടെ തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. അവളെ കാണാൻ അവളുടെ കൂടെ ഇരിക്കാനും പറ്റിയതിന് സന്തോഷം. അതെ, ലണ്ടൻ വേൾഡ് സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റിയല്ലോ. അതിനിപ്പോ ഞങ്ങൾ ചില്ല ഈവനിങ്ങിൽ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ കാണാൻ അവളുടേതായ ഒരു ഭാഗ്യം ഉണ്ടായി എനിക്ക്. അതെ, മകൾ മുഖേന പഠിപ്പിച്ചതല്ല കാണാൻ പറ്റി. ഇല്ല, നമ്മൾക്ക് എവിടെയും പോകാൻ പറ്റും. നമ്മള് നാട്ടിൽ നിന്ന് എവിടെയും പോകാൻ പറ്റും. നമ്മൾ നാട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ. അപ്പൊ അവൾക്ക് ഇന്നൊരു ഭാഗ്യം ഉണ്ടായി, അവളുടെ കൂടെ വരാൻ പറ്റി. മോളും മരുമോനും നമ്മളെ കൊണ്ടുവരാനും അമ്മേനെ കൊണ്ടുവരാനുള്ള ഇതിൽ അവർ രണ്ടുപേരും നിന്ന കാര്യം നമുക്ക് സന്തോഷമുണ്ട്. എൻ്റെ മോൻ തന്നെയാണ് അവനും. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്നും എൻ്റെ മോനും അവനും എനിക്ക് വ്യത്യാസമില്ല. രണ്ടാളും മക്കൾ തന്നെ. അങ്ങനെ അതെ, അങ്ങനെ ഞങ്ങള് മക്കളുടെ കൂടെ സന്തോഷമായിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ബാക്കിയുള്ള ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മള് ഹാപ്പി ആയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അപ്പം അതിനുള്ള ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ എല്ലാവരും കാണണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.